നമസ്കാരം, കരിയർ മിൻ 360യുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടുവിന് ശേഷം ഫാർമസിയിലുള്ള കോഴ്സുകളും തൊഴിലവസരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫാർമസി ആരോഗ്യപരിപാലന രംഗത്തെ അത്യന്തം പ്രധാനപ്പെട്ട ശാഖയാണ്. ഇത് ശാസ്ത്രം, മരുന്ന്, രോഗികളുടെ പരിചരണം എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ മേഖല ആണ്. പ്രധാനമായ ഫാർമസി ജോലി മേഖലകൾ: ഫാർമസിസ്റ്റ്. പ്രധാന ജോലി ഹോസ്പിറ്റലുകളിലും റീറ്റെയിൽ മെഡിക്കൽ സ്റ്റോറുകളിലും മരുന്നുകൾ വിതരണം ചെയ്യുകയും ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് എന്നാൽ ഡോക്ടർമാരോടൊപ്പം ജോലി ചെയ്തു രോഗിക്ക് ഉചിതമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നു. ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ R&D, ക്വാളിറ്റി അഷ്വറൻസ്, ഉത്പാദനം തുടങ്ങിയ വകുപ്പുകളിൽ ജോലി. ഡ്രഗ് ഇൻസ്പെക്ടർ ചെയ്യുന്നത് ഔഷധങ്ങളുടെ ഗുണനിലവാരവും നിയമാനുസൃതിയും ഉറപ്പാക്കുന്നു. ഫാർമാക്കോ വിജിലൻസ് വിദഗ്ധൻ മരുന്നുകളുടെ ദുഷ്പ്രഭാവങ്ങളും സുരക്ഷിതത്വവും നിരീക്ഷിക്കുന്നു. റെഗുലേറ്ററി അഫയേഴ്സ് വിദഗ്ധൻ മരുന്നിന്റെ അംഗീകാരവും നിയമപരമായ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു. മെഡിക്കൽ റൈറ്റർ ശാസ്ത്രീയ ലേഖനങ്ങൾ, ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവ തയ്യാറാക്കുന്നു. റിസർച്ച് സയന്റിസ്റ്റ് പുതിയ മരുന്നുകൾ വികസിപ്പിക്കുന്നതിനും നിലവിലവയെ മെച്ചപ്പെടുത്തുന്നതിനും ഗവേഷണം നടത്തുന്നു. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആശുപത്രികളിൽ മരുന്ന് വിതരണം നോക്കുന്നു. അധ്യാപകൻ അല്ലെങ്കിൽ പ്രൊഫസർ ഫാർമസി വിഷയങ്ങൾ പഠിപ്പിക്കുകയും അക്കാദമിക് ഗവേഷണം നടത്തുകയും ചെയ്യുന്നു. കമ്മ്യൂണിറ്റി ഫാർമസിസ്റ്റ് നാട്ടിലുള്ള ഫാർമസികളിൽ മരുന്ന് വിതരണം ചെയ്യുകയും ഉപദേശം നൽകുകയും ചെയ്യുന്നു. മികച്ച ഫാർമസി കോഴ്സുകൾ: പ്ലസ് ടു കഴിഞ്ഞവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ഡി ഫാം എന്നാൽ ഡിപ്ലോമ ഇൻ ഫാർമസി, ബി ഫാം ബാച്ചിലർ ഓഫ് ഫാർമസി, ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾ: എം ഫാം മാസ്റ്റർ ഓഫ് ഫാർമസിയിൽ ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്സ്, ക്വാളിറ്റി അഷ്വറൻസ്, ഇൻഡസ്ട്രിയൽ ഫാർമസി തുടങ്ങിയവ, ഫാം ഡി പോസ്റ്റ് ബാക്കിക്കളിയൂറിറ്റ. ബി ഫാം കഴിഞ്ഞവർക്ക് MBA ഇൻ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ്, ഫാർമ ബിസിനസ്സിലും മാർക്കറ്റിംഗിലും കേന്ദ്രീകൃതം. ഡോക്ടറേറ്റ് കോഴ്സുകൾ: PhD ഇൻ ഫാർമസിയിൽ ഗവേഷണവും അധ്യാപനവുമാണ് മുഖ്യ ലക്ഷ്യം. ഫാർമസി പഠനത്തിന് ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങൾ: NIPAR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ജാമിയ ഹംദർദ് യൂണിവേഴ്സിറ്റി, ബിറ്റ്സ് പിലാനിയുടെ ഫാർമസി ഡിവിഷൻ, മണിപ്പാൽ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ്, JSS കോളേജ് ഓഫ് ഫാർമസി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി ICT, ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച്. ഉദ്യോഗ സാധ്യതകൾ ഉയരുന്ന പുതിയ മേഖലകൾ: ഫാർമക്കോജനോമിക്സ്, നാനോ മെഡിസിൻ, ബയോഫാർമസ്യൂട്ടിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽ AI ഉം ML, ഹെൽത്ത് ഇൻഫർമാറ്റിക്സ്, ടെലിഫാർമസി തുടങ്ങി നിരവധി അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യൂ. വീഡിയോയുടെ വിശദവിവരങ്ങളിൽ ടെസ്റ്റ് ലിങ്കുകൾ ഞങ്ങൾ ചേർത്തിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.